എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവിൻ്റെ ബലവും കൃപയും നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിലെ ഓരോ വാക്യങ്ങളും ഓരോ അധ്യായങ്ങളും നമ്മെ കർത്താവ് കൂടുതൽ ബലപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരാളിങ്ങനെ പറഞ്ഞു, നിനക്ക് പുതിയ ഐഡിയ വേണമെങ്കിൽ പഴയ ബുക്ക് വായിക്കുക. അതെത്ര വാസ്തവമായ കാര്യമാണ്. പുതിയ ഐഡിയകൾ വേണമെങ്കിൽ പഴയ ബുക്ക്. ഏതാ പഴയ ബുക്ക്? ഏറ്റവും പഴയ ബുക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിളിലെ ഓരോ കാര്യവും പഴകുന്നില്ല. അത് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലേ ഉള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു കാര്യം പോലും പഴകുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പല നിലവാരത്തിലുള്ളവർ ചേർന്ന് പലയിടത്ത് നിന്ന് എഴുതിയ ഈ പുസ്തകം 66 പുസ്തകങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് കൂട്ടിച്ചേർത്തു. അതിനകത്ത് പഴയ ആശയങ്ങളല്ല, ഈ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള പുതിയ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഓരോ കാലഘട്ടത്തിനും വേണ്ടത്, ജീവനും ഭക്തിക്കും വേണ്ടത് ഈ പുസ്തകത്തിലുണ്ട്. സ്വർഗത്തിലും ഈ പുസ്തകം സ്ഥിരമാണ്. അതായത് ന്യായവിധി ദിവസം ജീവന്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, സത്യവേദ പുസ്തകം. ഈ 3 പുസ്തകം തുറക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ഈ പുസ്തകത്തിൽ ഉള്ളതിനനുസരിച്ച് ന്യായവിധി ഉണ്ടായെന്ന്. ഈ പുസ്തകമാണ് നമുക്ക് നമ്മുടെ ഭാവിയെ ശരിയായ വഴിയിലേക്ക് തിരിക്കുന്നത്. നമ്മുടെ ഭാവി, നമ്മുടെ ജീവിത വിജയം എല്ലാം ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഭൂമി കൊണ്ട് തീരാത്ത ഈ പുസ്തകത്തിൽ അടിയുറച്ച് നമുക്ക് ആശ വെക്കാം, ആശ്രയിക്കാം. ഓരോ വാക്യങ്ങളുടെ വില മനസ്സിലാക്കി നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞു. 15-ാം അധ്യായത്തിൽ യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അന്ന് നിലനിന്നിരുന്ന വലിയൊരു പ്രശ്നമാണ് പരിച്ഛേദന ഏൽക്കണം. ഈ ഒരു ഉപദേശത്തെ അവരങ്ങോട്ട് മുറുകെ പിടിച്ചു. രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കുകയും വേണം, പരിച്ഛേദന ഏൽക്കുകയും വേണം. ആരോടാ പറയുന്നത്? ഈ ജാതികളിൽ നിന്ന് ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു വന്നു. അവർ യഹൂദന്മാരല്ല. അബ്രഹാമിൻ്റെ മക്കൾക്കാണ് ഈ പരിച്ഛേദന വെച്ചത്. എന്നാൽ ഇവർ ജാതികൾ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അവരെ കൂടി ഇവർ പരിച്ഛേദന ചെയ്ത് അബ്രഹാമിൻ്റെ മക്കളാക്കി രക്ഷയിലേക്ക് നയിക്കാൻ നോക്കുകയാണ്. വിശ്വാസത്താലാണ് കർത്താവ് ജനങ്ങളെ രക്ഷിക്കുന്നത്. പത്രോസിനൊക്കെ പറയാനുള്ളത്, നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഈ ഉപദേശം മറ്റുള്ളവരുടെ തലയിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നേ എന്നാണ് അദ്ദേഹം പിന്നത്തേതിൽ ഈ ജനക്കൂട്ടത്തോട്, ഈ വിമർശിക്കുന്നവരോട് ചോദിക്കുന്നത്. അതായത് പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്നു വചനം പറഞ്ഞു. പരിച്ഛേദന ഏറ്റപ്പോഴല്ല പരിശുദ്ധാത്മാവ് വന്നത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരെ സ്നാനപ്പെടുത്തി. അവർ സ്നാനപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ യെരുശലേമിൽ ഭയങ്കര വിഷയം. അയ്യോ, അവരെ പരിച്ഛേദന ഏൽപ്പിച്ചോ? എപ്പോഴും, എല്ലാ സമയത്തും, ഏത് കാലഘട്ടത്തിലും സഭയിൽ ഇങ്ങനെ കുറച്ച് പേരുണ്ടാകും. അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ, കുറെ കർമ്മങ്ങളിലൂടെ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ നോക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് ചെയ്തോ, ഇത് ചെയ്തോ, അത് ചെയ്താലേ ശരിയാകൂ. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ആചാരങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെക്കുറിച്ച് യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ഒരു തർക്കം ഉണ്ടായപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം ചെയ്യാമെന്നല്ല, യെരുശലേമിലുള്ള മൂപ്പന്മാരുടെ അടുക്കലേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചു. പൗലോസാര
ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് വചനം പഠിച്ചവൻ, പരിശുദ്ധാത്മാവ് അസാധാരണമായിട്ട് ഉപയോഗിച്ച അപ്പോസ്തലന്മാരിൽ പ്രധാനി. അദ്ദേഹത്തിൻ്റെ വെളിപ്പാടുകൾ പത്രോസിന് പോലും ശരിക്കും മനസ്സിലാകുന്നില്ല, അത്ര ഈടുറ്റത്. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. ഇത്രയൊക്കെ കൃപയുള്ള മനുഷ്യൻ യെരുശലേമിലുള്ള കുറെ മീൻപിടുത്തക്കാര്, അവരാണ് യെരുശലേം സഭയിലുള്ളത്, മൂപ്പന്മാര്. ഇവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ല, ഇവർക്ക് വേണ്ട രീതിയിലുള്ള ശാസ്ത്രം അറിയില്ല. ഇവരുടെ അടുക്ക പോയിട്ട് എന്ത് ചോദിക്കാനാണ്? ഒരു കാര്യം അറിയണം, നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. നിങ്ങളുടെ അറിവുകൊണ്ടോ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. എനിക്കറിയാം, ഒറ്റയ്ക്ക് ആരെ ആശ്രയിക്കാതെ, ആരും മെന്ററില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ എനിക്കറിയാം. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ ഉപദേശവും മറ്റുള്ളവരുടെ കൈത്താങ്ങലൊക്കെ നമുക്ക് വേണം. ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ അപകടകാരികളാണ്. ഇതാ പൗലോസും ബർന്നബാസും യെരുശലേമിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ ആരംഭിച്ച കൂട്ടായ്മകൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഉപദേശം ആവശ്യമാണ്, ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉപദേശവും കൈത്താങ്ങലും പ്രാർത്ഥനയും ആവശ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത യൂണിറ്റിയാണ്. എല്ലാവരും തമ്മിൽ ചേർന്ന് നിൽക്കണം. സ്വതന്ത്ര സഭ എന്ന പേരിൽ നിന്നാലും നമ്മേക്കാൾ നന്നായി കർത്താവിന് വേണ്ടി ഓടി ജീവിത പരിചയമുള്ളവർ പറഞ്ഞു തരുന്ന വാക്കുകൾ അത് വളരെ വിലപ്പെട്ട വാക്കുകളാണ്, വളരെ ഫലം തരുന്ന വാക്കുകളാണ്. അങ്ങനെയുള്ളവരുടെ വാക്കുകൾക്ക് നമ്മൾ മുഖവില കൊടുക്കണം, വളരെ വില കൽപ്പിക്കണം. എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ എൻ്റെ മുകളിൽ പലരെയും ഞാനാക്കിയിട്ടുണ്ട്. ഞാൻ അവരെ എൻ്റെ മുകളിലാക്കി വെച്ചിരിക്കുക. എൻ്റെ ഒപ്പം കൂടിയിരുന്ന് കാര്യങ്ങൾ ചോദിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ എൻ്റെ ഒപ്പത്തിനൊപ്പമുള്ള കുറച്ച് പേരെ ഞാൻ ആക്കിയിട്ടുണ്ട്. എന്നിൽ നിന്ന് കേൾക്കാൻ കുറച്ച് പേരുണ്ട്, അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരെന്നെ അവരുടെ മുകളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു ഓർഡറാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എനിക്ക് ബെന്നിഹിന്നിൻ്റെ ഓൺലൈൻ സർവീസ് ഉണ്ട്. എനിക്ക് പാസ്റ്റർ ക്രിസ്, ലോകത്തിലെ ഏറ്റവും വലിയ ദൈവദാസന്മാരുടെ പ്രോഗ്രാമാണ് ഞാൻ പങ്കെടുക്കുന്നത്. ആഫ്രിക്കയിലോ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ ഓൺലൈൻ പ്രോഗ്രാം പങ്കെടുത്തെന്ന് കരുതി നിങ്ങളുടെ കാര്യമെല്ലാം ശരിയായോ? അവർ നിങ്ങളുടെ കാര്യങ്ങളിൽ നേരിട്ടിടപെടുമോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിന് ഏത് പാതിരാക്ക് വിളിക്കാനും നിങ്ങൾക്കൊന്ന് ഓടിച്ചെല്ലാനും നിങ്ങൾക്ക് മുകളിൽ ചിലർ വേണം. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ബന്ധം ദൈവദാസിദാസന്മാരിലൂടെ വേണം. ആത്മീക മാതാവും ആത്മീക പിതാവും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. അത് നിങ്ങളെ അനുഗ്രഹമാണ്. നിങ്ങളെ ഒന്ന് തിരുത്തുവാൻ, നിങ്ങളെ ഒന്ന് വഴക്കു പറയാൻ, നിങ്ങളൊരു അബദ്ധം കാണിച്ചു ഉടനെ നിങ്ങളെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ മുകളിൽ ആരെങ്കിലും ആക്കിയിട്ടുണ്ടോ? ആക്കണം. അത് നമുക്ക് അനുഗ്രഹമാണ്. ഇതാ ബർന്നബാസും ശൗലും യെരുശലേമിലേക്ക് പോകാൻ തയ്യാറാണ്. കാരണം ഇവരൊറ്റക്കല്ല മിനിസ്റ്റർ ചെയ്യുന്നത്. ഒരു വിഷയം വന്നാൽ കൈകാര്യം ചെയ്യുവാൻ, കൂടെ ആലോചിക്കാൻ, കൂടെ പ്രാർത്ഥിക്കുവാൻ ചിലരെ അവർ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലരെ ആവശ്യമാണ്. ചില സംശയങ്ങൾ തീർക്കാൻ, വർഷങ്ങൾ പരിചയമുള്ള ചിലരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നീണ്ട വർഷങ്ങൾ പരിചയമുള്ളവരോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ PG വർഗീസ് എന്തൊരു അറിവുള്ളൊരു മനുഷ്യനാണ്. എനിക്കൊരാവശ്യം വന്നാൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പാസ്റ്റർ MA വർഗീസ് എത്രയോ ജീവിത പരിചയ സമ്പത്തുള്ള ദൈവദാസൻ. ഒരാവശ്യം വന്നാൽ ധൈര്യമായിട്ട് ചോദിക്കാം. അതുപോലെ ശക്തന്മാരായ ദൈവദാസന്മാർ, സഭാ വളർച്ചയിൽ വളരെ മുൻപിലുള്ളവർ ഒരു കാര്യം ചോദിച്ചാൽ, എല്ലാ നിലയിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ
പറഞ്ഞു തരുന്നവർ, അല്ല എനിക്ക് ആരുടെ ആവശ്യമില്ല, എനിക്ക് ദൈവം പറഞ്ഞു തരും എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ 100 ദിവസം ഉപവസിച്ച് ഒരു ഐഡിയ, ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം 100 ദിവസം പോലും ഉപവസിക്കേണ്ട. വെറുതെ ഒന്ന് ഫോൺ വിളിച്ചാൽ അങ്ങേ തലക്കൽ നിന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ആ കാര്യം നമ്മൾ 100 ദിവസം ഇരുന്നാൽ കിട്ടാത്തത് ഒരു മിനിറ്റ് കൊണ്ട് ഫോണിലൂടെ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ആയിരിക്കണം. കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒറ്റത്തടിയായിട്ട് സ്വന്തം തീരുമാനമെടുക്കരുത്. ഏതെങ്കിലും ഒരു നല്ല നേതൃത്വത്തിൻ്റെ കീഴെ നിന്ന് വളർന്നു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. എത്രയോ വലിയ ഫുട്ബോൾ താരങ്ങളാണെങ്കിലും അവർക്കെല്ലാം ഒരു കോച്ചുണ്ടല്ലേ. എല്ലാ കളി ടീമുകൾക്കും അവർക്കൊക്കെ നല്ല കോച്ചുകളുണ്ട്. അതെ, കളിക്കളത്തിൽ കളിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകില്ല, വെളിയിൽ നിൽക്കുന്ന കോച്ചിന് മനസ്സിലാകും അതിൻ്റെ പോരായ്മകൾ. കളിക്കുമ്പോൾ അതറിയില്ല. അതുകൊണ്ട് കാണാനും വീക്ഷിക്കാനും നിരീക്ഷിക്കാനും തിരുത്താനും ഒക്കെ പറ്റിയ ചിലരുടെ കയ്യിലോട്ട് നമ്മെ ഒന്ന് എറിഞ്ഞു കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമാകും. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ. അതിനുവേണ്ടി കർത്താവ് നിങ്ങൾക്ക് ജ്ഞാനം തരട്ടെ. എസക്കിയ ഫ്രാൻസിസ് പറയും, ഞാൻ ഒറ്റത്തടിയല്ല, എന്നെ തിരുത്താനും എൻ്റെ കാര്യങ്ങൾ ആലോചിക്കാനും എനിക്കൊരു ഗ്രൂപ്പുണ്ട്. എം പൗലൂസ് എന്ന ആ ശ്രേഷ്ഠനായ ദൈവദാസൻ, മലയാളി പാസ്റ്ററൊക്കെ എസക്കിയ ഫ്രാൻസിസിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള ആളായിരുന്നു. അതുപോലെ എത്രയോ ദൈവദാസന്മാർ എത്രയോ രാജ്യങ്ങളിലെ സഭകൾക്ക് ഡയറക്ഷൻ കൊടുക്കും. അങ്ങനെയുള്ളവരോടൊക്കെ ആലോചന ചോദിക്കുന്നത് നമുക്ക് എത്ര അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങൾക്കൊരു വിഷയം വന്നാൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ തന്നെ അങ്ങ് ആക്കി വച്ചിരിക്കുന്ന ചില നല്ല നേതൃത്വങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് പ്രായോഗികമായി ആ കാര്യത്തിൽ എന്ത് ചെയ്യാമെന്ന് നല്ലൊരു മറുപടി പ്രാപിക്കുവാനുള്ള വിവേകം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഡിസംബർ മാസത്തിൽ പല തീരുമാനങ്ങളും എടുക്കുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർത്താവ് പ്രത്യേകം കൃപ കൊടുക്കണം. ഈ മക്കളെ അതിനായി അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന, ഈ മാസത്തിലെ ഏറ്റവും ആദ്യത്തെ വ്യാഴാഴ്ച ഉപവാസ പ്രാർത്ഥന നാളെ രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് വരണം. ഈ മാസത്തിലെ ഒരു പ്രാർത്ഥന പോലും നിങ്ങൾ കഴിയുന്നതും നഷ്ടപ്പെടുത്തരുത്. പുതിയ വർഷത്തേക്ക് വേണ്ട എല്ലാ കൃപയും ശക്തിയും കർത്താവ് നമുക്ക് അധികമായി തരട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.